ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. ഒന്ന് പിറക്കാതെ നിൽക്കണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ കണക്കുകൂട്ടലുണ്ടെന്ന് വെച്ചോളൂ. കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം പിടിക്കവിടെ നോക്ക്, കണ്ടില്ലേ? എടാ ഭയങ്കരന്മാരെ, കേരളത്തിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തകരാറ് പറ്റി. കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം പിടിക്കവിടെ നോക്ക്, കണ്ടില്ലേ? ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് MGR മുഖ്യമന്ത്രി, മലയാളി മുഖ്യമന്ത്രി, കർണാടകം. എന്നാൽ ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലുള്ള സാധാ കള്ളന്മാരെ പലരും ഇവിടെ ഇരിക്കുക, സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക. നിന്റെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കില്ല. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അല്ല, ചേട്ടൻ ഒറ്റയ്ക്ക് പോന്നല്ലോ. അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. മറ്റുള്ളവരൊന്നും നടക്കുന്നില്ല, എനിക്കൊന്നും നടക്കാൻ പറ്റുമോ? ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ്. അതിനിപ്പോ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കരുത്. അതിനുള്ള തൊലിക്കെട്ട് എനിക്ക് ഏതായാലും ഇല്ല. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇപ്പൊ എവിടെയോ സുഖമായി ജീവിക്കുന്നു. ജനാധിപത്യത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJP-യും എടുക്കുന്ന സമീപനം എന്താണ്? തന്നെത്താനെ ഇരുന്ന് ആലോചിക്കരുതോ? ഫണ്ട് ഒരു വായ്പയായിട്ട് നൽകിയതല്ലാതെ ബാക്കി സംസ്ഥാന സർക്കാരും ബാക്കി അദാനിയും അല്ല വായിച്ചു. ബുദ്ധിപൂർവ്വം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണാം. അതിലേതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പയറ്റി നോക്കാം. നേരത്തെ വ്യക്തമാക്കിയാണ്, ഇത് മലയാളി പൊറുക്കില്ല. ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ.